അവതാരകയും നടിയുമായ വർഷ രമേശ് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിൽ അവതാരകയായി എത്തിയതോടുകൂടി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം തന്നെ നേടിയെടുത്തു. കാരണം അത്രമാത്രം ലാളിത്യമൂറുന്ന മികവാർന്ന അവതരണമായിരുന്നു വർഷയുടെ. ഇതുകൂടാതെ സോഷ്യൽ മീഡിയകളിൽ വർഷ ഒരു മിന്നും താരം തന്നെയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ വെറും വർഷ എന്നൊരു അക്കൗണ്ട് കൂടി വർഷയ്ക്കുണ്ട്. എന്നാൽ ഈ 2026 പിറന്നപ്പോൾ വർഷയുടെ കരച്ചിൽ കേട്ടിട്ടാണ് സോഷ്യൽ മീഡിയ ഉണർന്നത്. ആ കരച്ചിലാണെങ്കിലോ വൈറലുമായി. ശരി, എന്തായാലും ആ കരച്ചിലിന് പിന്നിലെ യഥാർത്ഥ സങ്കടം GPS മീഡിയ വിശദീകരിക്കാം. എല്ലാവരും ഓരോ ന്യൂ ഇയർ പിറക്കുമ്പോഴും കഴിഞ്ഞുപോയ വർഷത്തെ വിലയിരുത്തുന്ന ഓരോ പുതിയ ദൃഢപ്രതിജ്ഞകൾ ചെയ്യും. പക്ഷെ വർഷ തന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഒരു റിയാലിറ്റി ചെക്കിംഗ് തന്നെ നടത്തി ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയുടെ രത്നച്ചുരുക്കം ഇങ്ങനെയായിരുന്നു. കാനഡയിൽ ജോലി ചെയ്യുന്ന അക്ഷയാണ് വർഷയുടെ പങ്കാളി. 2 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. അക്ഷയുടെ പെട്ടെന്നുള്ള അകൽച്ചയും വേർപിരിയലും വർഷയ്ക്ക് സഹിക്കാനായില്ല. വർഷ മാനസിക സമ്മർദ്ദത്തിലാകുകയും അതിനെ തുടർന്ന് മരുന്നുകൾ കഴിക്കേണ്ടി വരികയും ചെയ്തു. വർഷ കരച്ചിലിന്റെ വക്കോളമെത്തി വെളിപ്പെടുത്തി. ഇങ്ങനെയൊക്കെയുള്ള വലിയ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും എനിക്ക് ഒരുപാട് നേട്ടങ്ങളും ദൈവം തന്നു. ഞാനൊരു BMW കാർ വാങ്ങി. പൊട്ടിപ്പാളിസായി വീണ്ടും വട്ടപൂജ്യമായി. മലയാളത്തിലെ ഏറ്റവും ടോപ്പ് റിയാലിറ്റി ഷോയിൽ അവതാരകയുമായി. അത്യാവശ്യം നന്നായി സമ്പാദിച്ചു. 2025 വ്യക്തി ജീവിതത്തിൽ എനിക്ക് തകർച്ചകൾ ഉണ്ടായെങ്കിലും കരിയറിൽ ഏറെ ഉയർച്ചകൾ ഉണ്ടായി. നിരാശകൾ കാരണം എനിക്ക് നെഞ്ചിടിപ്പ് കൂടുകയും പാനിക് അറ്റാക്ക് തുടങ്ങിയ അസുഖങ്ങൾ പിടിപെടുകയും ചെയ്തു. അതിനുള്ള മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യവും ഉണ്ടായി. അത്യാവശ്യം നന്നായി സമ്പാദിച്ച വർഷമായിരുന്നുവെങ്കിലും എന്റേതല്ലാത്ത കാരണത്താൽ എന്റെ തെറ്റുകൊണ്ടല്ലാതെ എന്റെ കയ്യിൽ നിന്ന് ധാരാളം പൈസ നഷ്ടപ്പെട്ടു. എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ചതിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയ വർഷം ആണിത്. ഒരു 4-5 രാജ്യങ്ങൾ യാത്ര ചെയ്തു. ഇത്രയൊക്കെ സ്ഥലങ്ങൾ കറങ്ങി ആവശ്യമുള്ളതൊക്കെ വാങ്ങി എന്റെ വീട്ടിലേക്ക് ഞാൻ തിരികെ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായി. രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും നെഗറ്റീവ് ചിന്തകൾ. വിഷമങ്ങളും പ്രശ്നങ്ങളും മാനസികമായി എന്നെ സമ്മർദ്ദത്തിലാക്കും. ഉറങ്ങാൻ വേണ്ടി കൊതിച്ച വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്ക് മാറ്റം ഉണ്ടാകൂ. എനിക്ക് ചായാൻ തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണ്. എന്റെ കണ്ണു തുറപ്പിച്ച വർഷമാണ്. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും കണ്ട് അവരുടെയൊക്കെ ജീവിതം എത്ര നല്ല ജീവിതമാണ്, നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം ഡാർക്കാണ് എന്ന് സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോ. ഒരു പൊട്ടിക്കരച്ചിലോടെ വർഷ പറഞ്ഞ് അവസാനിപ്പിച്ചു. വർഷ എന്ന ഈ നല്ല അവതാരികയുടെ ജീവിതം ഇനിയും തളിർക്കട്ടെ, പൂക്കട്ടെ, കായ്ക്കട്ടെ. GPS മീഡിയ ആശംസിക്കുന്നു.